ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഫോർമുലകളാണ് കേട്ടോ. അതിലുള്ള ആദ്യത്തെയാണ് അഡീഷൻ. അഡീഷന് ആ 15 ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേ. ക്ലിയർ ഫോർവേഡ്, ക്ലിയർ കൊടുക്കുക. നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പ് റൈറ്റിൽ കണ്ട ക്ലിയർ, ഏറ്റവും മുകളിലുണ്ട് ക്ലിയർ ടോപ്പ്. കൺട്രോൾ ജി കൊടുക്കട്ടെ സർ. അത് കൊടുത്തോ. ഷോർട്ട് കട്ടൊക്കെ പഠിച്ചല്ലോ, ഗുഡ്. അല്ല, ഡിലീറ്റ് ചെയ്ത് കളയാം. ക്ലിയർ ആയില്ലല്ലോ. ക്ലിയർ ഓൾ. ഇനി അവിടെ നമുക്ക് അഡീഷൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈക്വൽ അടിക്കുക. ഈക്വലേറ്റ് 10 ക്ലിക്ക് ചെയ്യുക, പ്ലസ് 5 ക്ലിക്ക് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പൊ കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇനി നിങ്ങൾ ആ 10ന്റെ അവിടെ 20 ഇട്ട്, അപ്പൊ ഓട്ടോമാറ്റിക്കലി അവിടെ മാറും. അത് 20 ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ച് കണ്ടാ 25. ഈ സബ്ട്രാക്ഷൻ അവിടെ 20യുടെ താഴെ വീണ്ടും ടൈപ്പ് ചെയ്യുക 10, എന്നിട്ട് ബിയുടെ താഴെ 5 സബ്ട്രാക്ട് ചെയ്യുക. സെയിം തന്നെ എന്നിട്ട് അവിടെ ഈക്വൽ അടിക്കുക. എന്തായാലും ഫോർമുല സ്റ്റാർട്ട് ഈക്വൽ അടിച്ചിട്ട് 10 സെലക്ട് ചെയ്യുക. 10 സെലക്ട് ചെയ്യുക, ഹൈഫൺ ഇടുക, അതാണ് മൈനസ്. എന്നിട്ട് 5 സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കുക. എല്ലാവർക്കും മനസ്സിലാവുണ്ടോ? ഇതാണ്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. അടുത്തത് ഡിവിഷൻ അല്ല മൾട്ടിപ്ലിക്കേഷൻ. വീണ്ടും 10 ഇടുക, 10 അവിടെ 5 എന്നിട്ട് വീണ്ടും ഈക്വൽ അടിക്കുക. ഈക്വൽ വീണ്ടും 10 ഇൻറ്റു 10 ഇൻറ്റു അടിക്കുക. ആ ഒരു ആസ്റ്ററിസ്ക് അതല്ല, അത് തന്നെ. ഇനിയും 5 ക്ലിക്ക് ചെയ്യുക, എൻ്റർ അടിക്കുക. ഉണ്ടാ 50. ഓക്കെ, ഡിവിഷൻ വീണ്ടും 10 എടുക്കുക, അത് കഴിഞ്ഞിട്ട് 5 ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് 10 ഡിവൈഡഡ് ബൈ 5. ഏതന്നെ, വെരി ഗുഡ്. 2 കിട്ടി. ക്ലിയർ ആയല്ലോ? എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നതാണ് സം ഫംഗ്ഷൻ. സം ഫംഗ്ഷൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, വീണ്ടും ആ റിസൾട്ടിന്റെ അവിടെ ഒന്നുമില്ല, റിസൾട്ടിന്റെ അവിടെ ഈക്വൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സമ്മിന്റെ ഇതുണ്ട്, ഫോർമുല ഉണ്ട്, സം ടൈപ്പ് ചെയ്യുക, SUM. അപ്പൊ അതൊരു വരും അവിടെ, സം, അത് സെലക്ട് ചെയ്യുക. ഇനി അവിടെ നമ്പർ സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? അത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, എക്സലിന്റെ റൈറ്റ് സൈഡിൽ 2 എക്സൽ അത് മൊത്തം സെലക്ട് ചെയ്യുക. എഴുതിയിരിക്കുന്നത് മാത്രം മൊത്തം സെലക്ട് ചെയ്യുക. താഴേക്ക് പോട്ടെ, അവിടെ വരെ മതി, അവിടെ വരെ, അല്ല അവിടെ വരെ മതി. മതി. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തോ, എൻ്റർ അടിക്കുക. കണ്ടോ? അതായത് അതിലുള്ള നമ്പറുകളുടെ ടോട്ടൽ വരും. ഇപ്പൊ ഞാൻ ചെയ്ത ആർക്കെങ്കിലും മനസ്സിലായോ? അത് എവിടെയാണോ നിങ്ങൾ നമ്പർ സെലക്ട് ചെയ്യണം, അതിലുള്ള നമ്പറുകളുടെ സമ്മു വരും. ആർക്കും മനസ്സിലായില്ല എന്നുള്ളത്? മനസ്സിലായോ ആർക്കെങ്കിലും? ഹലോ സാറേ, ആ സുഹൈറാണ്. ജോയിൻ ആവാൻ കുറച്ച് ലേറ്റ് ആയി, എന്താന്ന് മനസ്സിലായിരുന്നു. അത് കുഴപ്പമില്ല. തുടക്കുന്നിട്ട് ഇപ്പൊ ഇനി പറയാൻ പറ്റില്ല. ഇപ്പൊ കയറിയല്ലോ? അല്ല, കുറച്ചു നേരമായി. ഞാൻ 9:04 ജോയിൻ ആയത്. അപ്പൊ കുഴപ്പമില്ല. ഇതിന്റെ റെക്കോർഡ് കിട്ടും, നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്ത് ശ്രദ്ധിച്ചാൽ മതി. അതിനുള്ളതൊന്നും പറഞ്ഞൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറഞ്ഞു. ഇനി നമുക്ക് ആവറേജ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും ഈക്വൽ അടിക്കുക. ആവറേജ് ടൈപ്പ് AV കണ്ടോ, ആവറേജ് കണ്ടോ, അതൊക്കെ വന്നിട്ടുണ്ട് അവിടെ. ക്ലിക്ക് സെലക്ട് ചെയ്യുക. എന്നിട്ട് വീണ്ടും നേരത്തെ സെലക്ട് ചെയ്തില്ല, തന്നെ വീണ്ടും സെലക്ട് ചെയ്യുക. അത് തന്നെ. സെലക്ട് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. കണ്ടോ, മൊത്തത്തിലുള്ളതിന്റെ ആവറേജ് വന്നു. ക്ലിയർ? ഇനി വീണ്ടും കൗണ്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കൗണ്ട് ക്ലിക്ക് ചെയ്യുക, അല്ല ഈക്വൽ അടിക്കുക. കൗണ്ട് വന്നു. കൗണ്ട് ഓഫ് നമ്പർ വീണ്ടും അത് സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. കണ്ടോ എത്ര കൗണ്ട് ഓഫ് നമ്പർ ആണ്, എത്ര നമ്പർ ഉണ്ടെന്ന്. അതിൽ എത്ര നമ്പർ ഉണ്ടെന്ന് മാനുവൽ എണ്ണ മനസ്
2 2 ക്ലിക്ക് ചെയ്യുക. റൈറ്റ് സൈഡ് 2 1 20 20 അത് 100 2 പിന്നെ 3 4 5 6 7 8 അല്ല 8 അല്ലേ? ശരിയല്ലേ? ശരിയാണ്. എല്ലാരും കിട്ടണ്ടോ? കൗണ്ട്. ആരൊന്നും പറയുന്നില്ലല്ലോ. ഉണ്ട് സർ. Yes, sir. Clear. ക്ലിയർ അല്ലേ? Yes, sir. ഓക്കെ. ഇനി കൗണ്ട് ഓഫ് എക്സൽ, അതായത് എക്സൽ എന്ന് പറഞ്ഞ ടൈം എത്ര പ്രാവശ്യം ഉണ്ടെന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. നമ്മൾ വലിയ ടേബിൾ വരുമ്പോഴായിട്ട് യൂസ് ഞാനത് ചെറുതായിട്ട് കാണിക്കുന്നുള്ളൂ. വീണ്ടും അവിടെ കൗണ്ട് ഇഫ് അടിക്കുക, ഈക്വൽ അടിക്കുക, ഈക്വൽ അടിച്ചിട്ട് കൗണ്ട് ഇഫ്, അത് തന്നെ. എന്നിട്ട് ആ റോ സെലക്ട് ചെയ്യുക. വെരി ഗുഡ്. കോമേഡ. എന്നിട്ട് ഡബിൾ കോട്ട്സിൽ എക്സൽ എന്ന് ടൈപ്പ് ചെയ്യുക. അതേപോലെ തന്നെ ടൈപ്പ് ചെയ്യുക എക്സൽ. എന്നിട്ട് എൻ്റർ അടിക്കുക. ഉണ്ടോ? എത്ര പ്രാവശ്യം ഉണ്ടത്? 2 പ്രാവശ്യം. ശരിയല്ലേ? അതാണ് കൗണ്ട് ഇഫ്. ക്ലിയർ ആയോ? ഓക്കെ. ഈ ലാർജസ്റ്റ് നമ്പർ എന്താ? അതിന് ലാർജസ്റ്റ് നമ്പർ ഉദ്ദേശിക്കാൻ എന്താ? മാക്സ് അല്ലേ? ഈക്വൽ മാക്സ് ഇടിക്കുക, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തോ? ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും അത് ആ റേഞ്ച് സെലക്ട് ചെയ്യുക. അതെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അതിൽ ഏറ്റവും മാക്സിമം നമ്പർ എത്രയാ? ലാർജസ്റ്റ് നമ്പർ എത്രയാ? 20 20. ശരിയാണോ? ശരിയാണോ? Yes, yes. Yes, sir. sir. ഞാൻ ഈ പറയുന്നത് കിട്ടുന്നുണ്ട് എല്ലാവർക്കും? കിട്ടുന്നുണ്ട്. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് റെക്കോർഡ് തരും. നിങ്ങൾ വീണ്ടും വീണ്ടും അതിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അത് കഴിഞ്ഞ് കഴിയുമ്പോഴും ചെയ്യണം കേട്ടോ. ഞാൻ ഇന്ന് കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഇത് കുറച്ച് ഫോർമുലയും കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി കവർ ചെയ്യാൻ പോവാണ്. അതാണ് ഇന്നുകൊണ്ടാണ് തീർക്കാണ് എക്സൽ. കാരണം എന്തോരം പഠിച്ചാലും തീരെ നിങ്ങൾക്ക് ഒരു ഐഡിയ തരാനാണ് ഞാൻ എൻ്റെ ക്ലാസ് കൊണ്ടുള്ള ഉദ്ദേശം തന്നെ. നിങ്ങൾക്ക് അത്യാവശ്യത്തിൽ കൂടെ ഐഡിയ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു പല കാര്യങ്ങളും. നിങ്ങൾക്ക് മനസ്സിലായ എക്സൽ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് വേറെ ചിന്തിക്കാത്ത കുറെ കാര്യങ്ങൾ ഇതിലുണ്ടെന്ന് മനസ്സിലായിട്ടോ. നിങ്ങൾക്കായാലും പല കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിൽ എളുപ്പത്തിൽ കിട്ടുന്നതെല്ലാം കോൺസെപ്റ്റ് ആയില്ലോ. ഇനി അടുത്തത് സ്മോളസ്റ്റ്. വീണ്ടും ഈക്വൽ അടിക്കുക. മിനിമം MIN ബ്രാക്കറ്റാ അതന്നെ. ക്ലിക്ക് ചെയ്തോളൂ. എന്നിട്ട് വീണ്ടും നമ്പർ സെലക്ട് ചെയ്യുക. എല്ലാവരും ചെയ്ത് നോക്കണം. മനാസ് ചെയ്യുന്നവർ മനസ്സിന് കിട്ടിക്കോളും, ബാക്കിയുള്ളവർ ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ്, എൻ്റർ അടിക്കണ്ട. ഏറ്റവും ചെറിയ നമ്പർ എത്രയില്ലേ? 2 ആണ്. ഇനി മോസ്റ്റ് യൂസ്ഡ് നമ്പർ ഉണ്ട്. മോസ്റ്റ് യൂസ്ഡ് നമ്പർ അതിലൊരു സെക്കൻഡ് അതിൽ ഒരു പ്രാവശ്യം കൂടി 15 ടൈപ്പ് ചെയ്താൽ 75 താഴെ 15 ടൈപ്പ് ചെയ്യും. 15. ഇനി മോസ്റ്റ് യൂസ്ഡ് നമ്പർ ഉണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കുക? ഈക്വൽ അടിക്കുക. ഈക്വൽ മോഡ്, MOD, മോഡ്. താഴേക്കുക. വീണ്ടും അത് സെലക്ട് ചെയ്യുക. വെരി ഗുഡ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. കണ്ട, ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നതാണ് എന്ത്? 15. ക്ലിയർ ആയോ? ഇല്ല. Yes, sir. Yes, sir. ഇനി അടുത്തതാണ് ജോയിൻ ടെക്സ്റ്റ്. നമ്മൾ എങ്ങനെയാണ് രണ്ട് ടെക്സ്റ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ജോയിൻ ടെക്സ്റ്റിന്റെ അവിടെ ക്ലിക്ക് ചെയ്തു. അവിടെ നിങ്ങൾ സച്ചിൻ കണ്ട, അവിടെ സച്ചിൻ ക്ലിക്ക് ചെയ്യുക. അല്ല, ഈക്വൽ അടിക്കുക. സോറി, ജോയിൻ ടെക്സ്റ്റ് 15ന്റെ താഴെ ക്ലിക്ക് ചെയ്യുക, ഈക്വൽ അടിക്കുക. ഈക്വൽ അടിച്ചിട്ട് സച്ചിൻ സെലക്ട് ചെയ്യുക. അല്ലല്ല, അങ്ങനെയല്ല, അങ്ങനെ പറ്റില്ല, അത് പറ്റില്ല. സച്ചിൻ സെലക്ട് ചെയ്യുക, സച്ചിൻമ ക്ലിക്ക് ചെയ്യുക, അത് ഡിലീറ്റ് ചെയ്യുക. സച്ചിൻമ മാത്രം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മറ്റേ ഇങ്ങനെ കണക്ട് ചെയ്യണ ആംബർസെന്റ് ഇല്ലേ, അതിന് പറഞ്ഞ ആംബർസെന്റ് അല്ല, ആ ഒരു സിമ്പിൾ ഇടാം. ഏതാണ് സർ? ഞാൻ കാണിച്ചത്, ഞാൻ ചാറ്റിൽ ഇട്ട് തരാം. ഈ സാധനം ക്ലിയർ ആയോ? ഒരു മിനിറ്റ്. ഓക്കെ. അത് സിമ്പിൾ. അതന്നെ ആൻഡ് എന്നാണ് പറയണത്. അതിനുശേഷം നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ രണ്ട് ടെക്സ്റ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ പോണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഇനി ഒരു സ്പേസ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഡബിൾ കോട്ട്സ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു സ്പേസ് അടിച്ചോ.
വീണ്ടും ഡബിൾ കോട്ട്സ് ഒന്നുകൂടി ഇടുക, വീണ്ടും സിമ്പിൾ തന്നെ ഇടുക, എന്നിട്ട് വീണ്ടും ടെൻഡുൽക്കർ ക്ലിക്ക് ചെയ്യുക, എൻ്റർ അടിക്കുക. ബ്രാക്കറ്റ് ലൂസ് ചെയ്യണം, ബ്രാക്കറ്റ് ഇല്ലല്ലോ. ബ്രാക്കറ്റ് ഇല്ല. കണ്ട മനസ്സിലായോ ഇതാർക്കെങ്കിലും? അതെ ഇല്ല. സർ. യെസ് സർ. മനസ്സിലായി. ക്ലിയർ? ഇൻട്രസ്റ്റിംഗ്. യെസ്. ഇനി നിങ്ങൾ പേടിക്കേണ്ട, ഇതിന്റെ റെക്കോർഡ് നിങ്ങൾക്ക് കിട്ടാണ്. നിങ്ങൾ ഒന്നും കൂടി ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക, നിങ്ങളുടേതായ കൺവീനിയന്റ് ടൈമിൽ നിങ്ങൾ ഇരുന്ന് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് അത്യാവശ്യം ഇപ്പൊ ഇത്ര ദിവസത്തെ ക്ലാസ് കൊണ്ട് അത്യാവശ്യം ഒരു ഐഡിയ വന്നിട്ടുണ്ടാവും, ആവശ്യത്തിലുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കുറെ പ്രാക്ടീസ് ചെയ്ത് നടത്തില്ല ഇങ്ങനെ ഒരു എക്സലന്റ് ഇങ്ങനെയൊക്കെ ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യമാണ്. അതാണ് നമ്മുടെ ഉദ്ദേശം. ഇനി ഇപ്പൊ അതിനെ കൺവേർട്ട് ടു സച്ചിൻ ടെണ്ടുൽക്കർ എന്നുള്ളത് എല്ലാം സ്മോൾ ലെറ്റർ ആക്കി, ഇവിടെ അല്ല റൈറ്റ് സൈഡിൽ, അവിടെ സ്മോൾ ലെറ്റർ, അവിടെ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്മോൾ ലെറ്റർ ആക്കുക. ടെണ്ടുൽക്കറും കണ്ടപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി സ്മോൾ ലെറ്റർ. വെരി ഗുഡ്. ക്ലിക്ക് ചെയ്യും. ഇനി അപ്പർ കേസ് ആക്കണമെങ്കിൽ നമ്മൾ മുകളിൽ തന്നെ അപ്പർ കേസ് ആക്കണമെങ്കിൽ വീണ്ടും ഈക്വൽ അടിക്കുക, എന്നിട്ട് അപ്പർ എന്നുള്ളത് കണ്ടോ, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മുകളിൽ സച്ചിൻ അത് ക്ലിക്ക് ചെയ്യുക. അതല്ല തൊട്ട് മുകളിലത്തെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. കണ്ടോ, കുറച്ചൊരു ഐഡിയ കിട്ടിയോ എല്ലാവർക്കും? വെരി യെസ് ഗുഡ്. സർ. ഇന്നലെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് എക്സർസൈസ് തന്നായിരുന്നു. ആരൊക്കെ ചെയ്തു അത്? ആരും ചെയ്തില്ല. ചെയ്തിരുന്നു സർ. ഇന്നലെ കൺസോളിഡേറ്റഡ് ചെയ്തായിരുന്നു. കൺസോളിഡേറ്റ് ചെയ്തിരുന്നു. അത് മനസ്സിലായില്ല എല്ലാവർക്കും? മനസ്സിലായി. വേറെ ചെയ്യിപ്പിക്കണല്ലോ. അപ്പൊ ഞാൻ അടുത്തുനിന്ന് ചെയ്യിപ്പിക്കും, വേറെ കാര്യം ചെയ്യിപ്പിക്കും. വീണ്ടും താഴെ പുതിയ ഷീറ്റ് എടുത്തേ. വെരി ഗുഡ്. അവിടെ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ, ഫുൾ നെയിം ടൈപ്പ് ചെയ്യും, ഫുൾ നെയിം. അത് കഴിഞ്ഞിട്ട് മുകളില് ബിയുടെ താഴെ എഴുതാ ഫസ്റ്റ്, സിയുടെ താഴെ ലാസ്റ്റ്, അപ്പർ കേസ്, ലോവർ കേസ്. വെരി ഗുഡ്. അതൊന്ന് അലൈൻ സെറ്റ് ചെയ്ത് കറക്റ്റ്. വെരി ഗുഡ്. ഓക്കെ. ഇനി അവിടെ വേണമെങ്കിൽ നിങ്ങൾ ഫുൾ നെയിമിനോട് എഴുതി സച്ചിൻ ടെണ്ടുൽക്കർ. കുറച്ച് ക്രിക്കറ്റ് പ്ലേയേഴ്സിന്റെ പേരുകൾ ഫുൾ പേര് എഴുതാം കേട്ടോ, പെട്ടെന്ന് എഴുതാം. രാഹുൽ ദ്രാവിഡ്, രോഹിത് ശർമ്മ. എന്താ ഉഷാറ് പേര് പറഞ്ഞപ്പോ. എത്ര എഴുതണം? പോട്ടെ, ഡബിൾ ക്ലിക്ക് ചെയ്യ അവിടെ. കപിൽ ദേവ്, അടുത്ത് ബ്രയാൻ ലാറ. എന്റെ ജനറേഷനിലുള്ള ക്രിക്കറ്റ് പ്ലേയേഴ്സിന് എന്റെ വായിലുണ്ട്. ബ്രയാൻ ലാറ മതി. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലുള്ള ഒരു ഫീച്ചറാണ് പറയാൻ പോണേ. ഫ്ലാഷ് ഫിൽ എന്ന് പറയും. ഫീച്ചറിനെ പറയുന്നതാണ് ഫ്ലാഷ് ഫിൽ എന്ന് പറയും. അവിടെ ഫസ്റ്റിന്റെ അവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഡേറ്റയിലേക്ക് പോവാം. ഡേറ്റയുമ്പോൾ ക്ലിക്ക് ചെയ്യുക. അല്ല അങ്ങനെയല്ല, ഫസ്റ്റിന്റെ അവിടെ അതിന്റെ താഴെ സച്ചിൻ എന്ന് ടൈപ്പ് ചെയ്യുക. സച്ചിൻ അതിന്റെ താഴെ സച്ചിൻ. ഇത് താഴെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡേറ്റയിൽ പോയിട്ട് ഫ്ലാഷ് ഫിൽ എന്ന ഓപ്ഷൻ കാണാം. ഒന്നും കൂടി റൈറ്റിൽ പോട്ടെ. ടെക്സ്റ്റ് ഇവിടെ കണ്ടില്ലേ, ടെക്സ്റ്റ് ടു കോളംസ് കണ്ടില്ലേ, ഡേറ്റ ടു. അതിന്റെ അപ്പുറത്തെ സെന്ററിലേക്ക് നോക്കി, സെന്ററിലെ അതല്ല മുകളിലത്തെ അത് കൺസോൾ. ഫ്ലാഷ് ഫിൽ. അത് ക്ലിക്ക് ചെയ്തോ. കണ്ടോ? ആർക്കെങ്കിലും മനസ്സിലായോ? ഇല്ല.
അതെ മനസ്സിലായി. നിങ്ങൾ ഒരു ഫസ്റ്റ് ടൈം എഴുതി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഫില്ല് ആവുന്നത്. ഇനി നിങ്ങൾ ടെണ്ടുൽക്കർ എന്ന് ടൈപ്പ് ചെയ്ത് ലാസ്റ്റിൽ ടെണ്ടുൽക്കർ എന്ന് ടൈപ്പ് ചെയ്ത് ഇത് താഴെ ക്ലിക്ക് ചെയ്യുക. അല്ല ഇത് തൊട്ട് താഴെ കൺട്രോൾ ഇ അടിച്ചു, അതാണ് അതിന്റെ ഷോർട്ട് കീ. കൺട്രോൾ ഇ ആണ്. കണ്ടോ, ഇപ്പൊ ലാസ്റ്റ് നെയിം മാത്രം വന്നു. അത് അത് ഭയങ്കര യൂസ്ഫുൾ ആണ് ആ സാധനം. ഇനി നിങ്ങളെല്ലാം ഇപ്പൊ അപ്പുറത്ത് ഇതാണ് ഏതാ അപ്പർ കേസ് ആണ്. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ വീണ്ടും സച്ചിൻ സ്മോൾ ലെറ്ററിൽ എഴുതി, സച്ചിൻ ടെണ്ടുൽക്കർ സ്മോൾ ലെറ്ററിൽ എഴുതും. സ്മോൾ ലെറ്റർ എഴുതിക്കോ. ടെണ്ടുൽക്കർ വരുന്നു. ടെണ്ടുൽക്കർ സ്മോൾ ലെറ്ററിൽ എഴുതണം. അത് ഓൾറെഡി ചെയ്തോളൂ, അവിടെ സച്ചിൻ ചെയ്തോളൂ. ഫുൾ നെയിമിലാണ് ചെയ്യേണ്ടത്. അതല്ല, അപ്പർ കേസിന് താഴെ സച്ചിൻ ടെണ്ടുൽക്കർ സ്മോളിൽ എഴുതാം. അതെ. ഓക്കെ, ഇനി താഴെ കൺട്രോൾ ഇ അടിക്കുക. വന്നില്ലേ? അപ്പർ കേസിലാണ്. സച്ചിൻ അപ്പർ കേസിൽ വരേണ്ടതല്ലോ. ഫസ്റ്റ് നെയും ലാസ്റ്റ് നെയും അപ്പർ കേസ് സ്മോൾ. ഫുൾ പേര് കൊടുത്തോക്കി. ഫുൾ അത് മറ്റേത് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവാൻ വേണ്ടിട്ട് ഫുൾ കൊടുത്തേ. സച്ചിൻ ടെണ്ടുൽക്കർ കൊടുത്തേ. അവിടെ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് എഴുതാതെ തന്നെ. കണ്ട ക്ലിയർ ആയോ? ഇതൊന്ന് ഡിലീറ്റ് ആയിട്ട്. ഏതാ വന്നല്ലേ സ്മോൾ ലെറ്ററിൽ വന്നു. വന്നു. ഓക്കെ. ക്ലിയർ ആയല്ലോ? യെസ്. എല്ലാവർക്കും ക്ലിയർ ആയോ? ഫ്ലാഷ് അതെ ഫിൽ സർ. എല്ലാവരും എഴുതിയെടുക്കട്ടെ. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം അത്. നമ്മൾ പല കാര്യങ്ങളും എക്സലിൽ ചിലവർ മണിക്കൂറുകൾ എടുത്ത് ചെയ്യാണ്. 5 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും, 1 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന കാര്യം ഉണ്ടാവും. നമ്മൾ അറിയാണ്ടിരുന്ന് നമ്മുടെ ടൈം വേസ്റ്റ് ആവണം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് ഫാസ്റ്റ് ആയിട്ട് ആക്യുറസിയോട് ചെയ്താൽ മാത്രമേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റൂ. അത് മൾട്ടി സ്കില്ലുകൾ തന്നെ വേണം, എന്നാലാണ് നമുക്ക് ഇതിൽ സർവൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഫ്ലാഷ് ഫിൽ എന്ന് പറയുന്നത്. നമുക്ക് ഫ്ലാഷ് ഫില്ല് വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. താഴേക്ക് ഒന്നും കൂടി താഴേക്ക് 10ാമത്തെ റോയിലേക്ക് പോവാം. 10ാമത്തെ റോയിലേക്ക് ലോവർ കേസ് അതുപോലെ തന്നെ. ഇപ്പൊ നിങ്ങളിപ്പോ മനസ്സിലായല്ലോ. 10ാമത്തെ റോയിൽ താഴേക്ക് ക്ലിക്ക് ചെയ്യാം. അവിടെ കമ്പനി ടൈപ്പ് ചെയ്യാം, കമ്പനി. അത് കഴിഞ്ഞിട്ട് അതിന്റെ അപ്പുറത്തെ കോളത്തിൽ സിറ്റി. മനാസ് ചെയ്യുന്നതുകൊണ്ട് മനാസിന് ടക്കടക്കെന്ന് കിട്ടണ്ടോ അല്ലെ? സിറ്റി. നമ്പർ, അതിന്റെ അപ്പുറം ഓർഡർ ഐ ഡി. ഇനി കമ്പനിയുടെ താഴെ എഴുതിക്കോ AMZ. കമ്പനിയുടെ താഴെ എഴുതാം AMZ. സിറ്റിയുടെ താഴെ എഴുതിക്കോ ALP. ആലപ്പിയുടെ ALP. നമ്പറിന് താഴെ എഴുതിക്കോ 809. ഇനി വീണ്ടും കമ്പനിയുടെ താഴെ എഴുതിക്കോ FB. കമ്പനിയുടെ താഴെ FB. സിറ്റിയുടെ താഴെ എഴുതിക്കോ EKM. നമ്പറിന് താഴെ എഴുതിക്കോ വേണമെങ്കിൽ 3348. ഇനി നമ്മൾ ഓർഡർ ഐ ഡി നിങ്ങൾ വേണമെങ്കിൽ ഓർഡർ ഐ ഡി ഉണ്ടോ? അവിടെ നിങ്ങൾ ഒരു ഫോർമാറ്റ് ഉണ്ടാക്കുക. AMZ ഹൈഫൺ ഇടാം. ALP ഹൈഫൺ ഇടാം 809. ഓക്കെ, ഇനി താഴെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ ഇ അടിച്ച് അപ്പൊ അതേ ഫോർമാറ്റിൽ അത് വരും. ഇങ്ങനെയും പറ്റും. കണ്ട ഫ്ലാഷ് ഫില്ല് മനസ്സിലായോ? ഇല്ല. അതെ മനസ്സിലായി. ഗുഡ്, ഇൻട്രസ്റ്റിംഗ്. യെസ് സർ.
എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി. Yes, sir. മനസ്സിലായി. അതാണ് ഇതിനാണ് ഫ്ലാഷ് ഫിൽ എന്ന് പറയാം. ഓക്കെ, നമ്മൾ ആദ്യം കുറച്ച് ഫോർമുലകൾ പഠിച്ചു, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഫ്ലാഷ് ഫില്ല് പഠിച്ചു. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ഉണ്ടാവും പല സാഹചര്യങ്ങളിലും. അതേപോലെ ഫോർമുലയിൽ കുറച്ച് ജോയിൻ ടെക്സ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ ആയിട്ടുണ്ടാവാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഫോം റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. നിങ്ങൾ ആദ്യം അടുത്ത ഷീറ്റ് അടിക്കുക. ഇതില് അപ്പർ കേസ് എന്ന് പറഞ്ഞത് സ്മോൾ ലെറ്ററില് അല്ല ക്യാപ് ലെറ്ററിലല്ലേ വരേണ്ടത്? അതോ കാണിച്ച് സ്മോൾ ലെറ്ററാ? തൊട്ട് മുന്നത്തെ ഷീറ്റ് എടുത്ത് എന്താണ് ചോദ്യം? അപ്പർ കേസ് എന്ന് അത് വെച്ചാല് അവിടെ അങ്ങനെ എഴുതിയെന്നുള്ളൂ, അവിടെ ക്യാപ് ലെറ്ററല്ലേ വരേണ്ടത്? അങ്ങനെയല്ല. അവിടെ പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ അപ്പർ കേസിന്റെ അവിടെ മാറ്റി ലോവർ കേസ് ആക്കി. പ്രശ്നം അറിയാം. ആ ഓക്കെ, ഇപ്പൊ സെറ്റ്. അത് ഞാനത് ഹെഡിങ് അവിടെ എഴുതിയെന്നുള്ളൂ, പക്ഷെ ഫോർമുല അതാണ്. എന്താണ് നമ്മൾ അവിടെ എഴുതുന്നത് അതിന് താഴെ അടിച്ചു കഴിഞ്ഞാൽ അത് വരും, അതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? അതായത് ഒരു അവരുടെ AI പോലത്തെ സാധനം ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യുന്നതാണ്. ഇനിയിപ്പൊ അപ്പർ കേസ് അടിച്ചെന്ന് വെച്ചാൽ അവിടെ ഫ്ലാഷ് ഫില്ല് അടിച്ചാല് അത് അപ്പർ കേസ് ആയി വരികയാണ് എല്ലാം ചെയ്യുക. അപ്പർ കേസ് വരും. വേണമെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്തോ. സച്ചിൻ ടെണ്ടുൽക്കറിന് ടൈപ്പ് ചെയ്ത് ക്യാപിറ്റൽ ടൈപ്പ് ചെയ്യല്ല. ഇനി കൺട്രോൾ ചെയ്യാൻ അടിച്ചു നോക്കി. കണ്ട, അതായത് ഒരു ഫോർമാറ്റ് അതേപോലെ തന്നെ പെട്ടെന്ന് ആക്കണു. ഈ ലാസ്റ്റ് വരെ എന്താ ചെയ്തത്? ലാസ്റ്റ് ഫസ്റ്റ് വന്നത് ഓക്കെ, ലാസ്റ്റ് അപ്പൊ എന്താ ചെയ്ത് കൊടുത്ത അവിടെ ഫ്ലാഷ് ഫില്ലില്? ഒന്നും ചെയ്തില്ല, അതാ ഫ്ലാഷ് ഫിൽമ ക്ലിക്ക് അതേപോലെ ചെയ്തത്. ക്ലിക്ക് ചെയ്തു അല്ലേ? ഓ മനസ്സിലായി. അതായത് സച്ചിൻ ടെണ്ടുൽക്കറിന് എഴുതി അതിന്റെ എഴുതി. താഴെ കൊണ്ട് നിങ്ങളുടെ സെല്ലും അത് കൺട്രോൾ അടിച്ച് മനാസ് ഒന്നും കൂടി അടിക്കും. ആ, ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കറിന് എഴുതി. ഇനി ബാക്കിയുള്ളതൊക്കെ അതേപോലെ വേണമെങ്കിൽ അതിന്റെ താഴെ കൊണ്ട് സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ കൺട്രോൾ അടിക്കാണ്ട് അവിടെ പോയി ക്ലിക്ക് ചെയ്ത് ഫ്ലാഷ് ഫില്ലിൽ ക്ലിക്ക് ചെയ്ത് എന്താ മനാസ് ഭയം എക്സ്പെർട്ടായി. ക്ലിയർ? ക്ലിയർ. ഗുഡ്. ഇനി ഷീറ്റ് 3 എടുക്കാം. അവിടെ ഒരു മനാസ് നമ്മുടെ പഠിക്കുന്നവരുടെ പേരൊന്നും എഴുതിയ മനാസ്, ഹൃതിക്, സുഹൈറ, വീണ്ടും മനാസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ് റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, മൊത്തം സെലക്ട് ചെയ്ത മനാസിന്റെ അവിടെ സെലക്ട് ചെയ്യാം. ഇനി ആ ഡേറ്റയുടെ അവിടെ ആ നേരത്തെ നമ്മൾ ക്ലിക്ക് ചെയ്തില്ലേ അവിടേക്ക് തന്നെ മൗസ് പോട്ടെ. അതാണ് ഡ്യൂപ്ലിക്കേറ്റ്. അതിന് താഴെ അതാണ് റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യുക. കണ്ട കോളം എ ഓക്കെ അടിക്കുക. കണ്ട 1 ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഓക്കെ മേടിക്കില്ല. കണ്ട 1 ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഫൗണ്ട് ആൻഡ് റിമൂവ്ഡ്. ക്ലിയർ ആയോ? ഓക്കെ അടിക്കുക. സർ ഒന്നുകൂടി കാണിക്കാമോ? കൺട്രോൾ അടിക്കുക. ഇതിലിപ്പോ ഇതിന്റെ യൂസ് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഒരു മിനിറ്റ് മനാസ്, ഇതിന്റെ യൂസ് എന്ന് പറഞ്ഞാല് പേരിനേക്കാളും കൂടുതൽ ചിലപ്പോൾ ഓർഡർ ID ഉണ്ടാവും. നിങ്ങൾ അവിടെ ഒരു ഓർഡർ ID ഹെഡിങ് കൊടുത്ത് അതാണ് അങ്ങനെ ഒരു ആക്ച്വൽ യൂസ് അറിയാം. ഓർഡർ ID ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് അവിടെ വെറുതെ ടൈപ്പ് ചെയ്യുക. എന്താണ് ടൈപ്പ് ചെയ്യുക? ഓർഡർ ID കൊടുത്തോളൂ വെറുതെ. ID 200 താഴെ ID 200, അതിന്റെ താഴെ ID 201, ID 203, ID 205, വീണ്ടും ID 200. കണ്ട
അപ്പൊ ഇതില് ഓർഡർ ഐ ഡി നമുക്ക് 200 ഉണ്ട്. അപ്പൊ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടോ നമുക്ക് അറിയാം. നമുക്ക് നിങ്ങളുടെ അടുത്തൊരു 10,000 ഡേറ്റ ഉണ്ട്. അപ്പൊ അതില് നിങ്ങൾക്ക് സെയിം ഓർഡർ ഐ ഡി കിടക്കുന്നുണ്ടോ എന്ന് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. വീണ്ടും വീണ്ടും ഡ്യൂപ്ലിക്കേഷൻ നിങ്ങൾക്ക് മാറ്റാം. അപ്പൊ അത് സെലക്ട് ചെയ്യാം. അവിടെ അങ്ങനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ സിമ്പിൾ കണ്ടോ, അതിനകത്ത് അവിടെ കണ്ടോ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ്. ഒരു മിനിറ്റ് വെറുതെ പുറത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് അതിന്റെ പുറത്ത് ക്ലിക്ക് ചെയ്ത് ഒന്ന് എന്നിട്ട് റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് ക്ലിക്ക് ചെയ്ത് ദിസ് ക്യാൻ ബി അപ്ലോഡ് സെലക്ട് റേഞ്ച് സെലക്ട് സിംഗിൾ. ആ സിംഗിൾ സെലക്ട് അത് ഒന്ന് സെലക്ട് ചെയ്യാണ്ട് വിടാൻ പറ്റില്ലല്ലേ? ഇല്ലാന്ന് തോന്നുന്നു സാർ. അപ്പൊ അത് മൊത്തത്തിൽ സെലക്ട് ചെയ്യാം കേട്ടോ. മൊത്തത്തിൽ സെലക്ട് എല്ലാം റിമൂവ് ചെയ്ത് കൺട്രോൾ അടിച്ച് അങ്ങനെ എടുക്കുക. അപ്പൊ രണ്ടെണ്ണം കാണിക്കണ്ട. കോളം കണ്ടോ അവിടെ കാണിച്ചിട്ടുണ്ടോ? കോളം എ, കോളം ബി. നമുക്ക് വേണമെങ്കിൽ കോളം ബിയിലെ മാത്രം റിമൂവ് ചെയ്യാം. അപ്പൊ കോളം എ അൺചെക്ക് ചെയ്ത് ഉണ്ടോ? ഓക്കെ അടിക്കുക. കണ്ടോ 1 ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഫൗണ്ട്. ഓക്കെ അടിക്കുക. കണ്ട 200 ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷെ കോളം എയിൽ ഡ്യൂപ്ലിക്കേഷൻ കളഞ്ഞില്ല. മനസ്സിലായില്ല എന്ന് വിചാരിക്കുന്നു. മനസ്സിലായി സർ. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. ഇനി വീണ്ടും അടുത്ത ഷീറ്റ് എടുത്തേ. എന്താണ് ഡ്യൂപ്ലിക്കേഷൻ? ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ചെയ്താലാണ് കിട്ടൂ, അല്ലെങ്കിൽ കിട്ടില്ല കേട്ടോ. എല്ലാവരും ചെയ്തു നോക്കിയാലേ കിട്ടൂ, വേറെ ഓപ്ഷൻ ഇല്ല. ഇനി അവിടെ ഒരു ടൈപ്പ് ചെയ്യുക പ്രൊഡക്റ്റ്. പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ. പ്രൊഡക്റ്റ്. അടുത്ത ഹെഡിങ് കൊടുക്കുക കാറ്റഗറി. അടുത്തത് ലൊക്കേഷൻ. അടുത്തത് എമൗണ്ട്. ലൊക്കേഷൻ, എമൗണ്ട്. പ്രൊഡക്റ്റിന് താഴെ എഴുതിക്കോ ഗാലക്സി. കാറ്റഗറിയുടെ താഴെ എഴുതിക്കോ വാച്ച്. ലൊക്കേഷൻ ചെന്നൈ. എമൗണ്ട് 2000. വീണ്ടും താഴെ പ്രൊഡക്റ്റ് താഴെ എഴുതിക്കോ നോയ്സ്. NOISE നോയ്സ്. അത് ഫോൺ. മുംബൈ 4000. വീണ്ടും അതിന് താഴെ എഴുതുക മാക്ബുക്ക്. ലാപ്ടോപ്പ് ഡൽഹി 5000. വീണ്ടും അതിന് താഴെ എഴുതാ ആപ്പിൾ വാച്ച്. അതായത് വാച്ച് മുംബൈ 10,000. ഓക്കെ. എയർപോർട്ട് അതായത് ഹെഡ്ഫോൺ. ചെന്നൈ 2000. മുംബൈ 2 അല്ലേ? അവിടെ ഒരു ലാപ്ടോപ്പ് ഫോൺ മുംബൈ ഉണ്ടല്ലേ. ഇനി ആ ഗാലക്സി ഇങ്ങോട്ട് 2000 വരെ സെലക്ട് ചെയ്ത് അറ്റത്തേക്ക് അവിടെ Ctrl+C അടിക്കുക. അണ്ട 7 അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. ഒന്നുകൂടി. വെരി ഗുഡ്. അത്ര അടിക്കട്ടെ. ഇതാണ് ഡേറ്റ. ഓക്കെ. നമ്മുടെ ആവശ്യമാണ് ഒന്ന് റൈറ്റ് സൈഡിൽ
റൈറ്റ് ആ ജെയുടെ കുറച്ചുകൂടെ എച്ചിന്റെ ഒക്കെ അവിടെ പോയി ക്ലിക്ക് ചെയ്ത് എച്ച് മുകളിൽ പോട്ടെ, മുകളിൽ എച്ചിന്റെ താഴെ ഒരു മൂന്നാമത്തെ റോയിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് എഴുതിക്കും. നമ്മുടെ ആവശ്യം ലാപ്ടോപ്പ് സെയിൽ ഹാപ്പൻഡ് ഇൻ മുംബൈ. സർ അത് ടൈപ്പ് ചെയ്യണം. ലാപ്ടോപ്പ് സെയിൽ ടൈപ്പ് ചെയ്യാം. ഇതാണ് നമ്മുടെ ആവശ്യം. ലാപ്ടോപ്പ് അല്ലട്ടോ ശരിക്കും, മുംബൈയിൽ ഫോണുണ്ട്, വാച്ച് ഉണ്ട്. ആ വാച്ച് സെയിൽ ഇൻ മുംബൈ കൊടുക്കാം. വാച്ച് സെയിൽ ഇൻ മുംബൈ. നമുക്ക് ഇത് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ കേസ് സ്റ്റഡി. എല്ലാവരും ക്ലിയർ ആയല്ലോ? ഇതൊരു ഒരു കുറെ ഡേറ്റ ഉണ്ടെന്ന് വിചാരിക്കുക. ഒന്നും കൂടി ആ 12ന്റെ അവിടെ ക്ലിക്ക് ചെയ്ത് 12 റോസിന്റെ അവിടെ കൺട്രോൾ വി അടിക്കുക. കൺട്രോൾ വി വേറെ കോപ്പി ചെയ്യണ്ട, കൺട്രോൾ വി അടിച്ച് വരും. വരുന്നില്ലല്ലോ സർ. ഓക്കെ, അപ്പൊ ഒന്നുകൂടി സെലക്ട് ചെയ്ത് ഗാലക്സിയോട് സെലക്ട് മൊത്തം സെലക്ട് ചെയ്തു. മൊത്തം അവിടെ താഴേക്ക് പോരെ, താഴേക്ക് പോരെ, അല്ല താഴേക്ക് പോരട്ടെ. എടാ മൊത്തം സെലക്ട് ചെയ്താ അവിടെ വരെ കോപ്പി ചെയ്യുക. എന്നിട്ട് 12ന്റെ അവിടെ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ക്ലിയർ? അപ്പോ നമുക്ക് ഇതിൽ അറിയണം മുംബൈയിൽ എത്ര വാച്ചിന്റെ സെയിൽ നടന്നു. എങ്ങനെ കണ്ടുപിടിക്കും? നമ്മളിത് നോക്കി 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 ടയർഡാവും. അപ്പൊ അതിനുള്ള ഓപ്ഷനാണ് ഫിൽറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ഡേറ്റ എടുക്കുക. ഡേറ്റ എടുത്തു, അവിടെ കണ്ട ആ സെന്ററിൽ കണ്ട ഫിൽറ്റർ ക്ലിക്ക് ചെയ്യാം. അല്ല അവിടെ അല്ലാട്ടോ ക്ലിക്ക്, അത് കൺട്രോൾ ഇസഡ് അടിച്ച് കൺട്രോൾ ഇസഡ് അടിക്കും. കൺട്രോൾ ഇസഡ്. ആ നിങ്ങൾ ആ പ്രൊഡക്റ്റ് തൊട്ട് സെലക്ട് ചെയ്യുക. ലെഫ്റ്റിൽ പ്രൊഡക്റ്റ് തൊട്ട് താഴേക്ക് അവിടം വരെ എൻ്റെ ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്യുക. കേട്ടോ, അപ്പം അങ്ങനെ വരും. ക്ലിയർ? ഇനി മുകളിൽ അതൊന്ന് മുകളിലൊന്ന് കറക്റ്റ് ആക്കിയിട്ട് അങ്ങനെ ഇട്ടാതെ തന്നെ. നമുക്കിപ്പോൾ എന്താണ് അറിയേണ്ടത്? മുംബൈയിലെ വാച്ച് സെയിൽ അല്ലേ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ആ ലൊക്കേഷൻ ക്ലിക്ക് ചെയ്ത് അവിടെ അതുമ്പോൾ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് സെലക്ട് ഓൾ ഉണ്ട്. ആ മുംബൈ മാത്രം സെലക്ട് ആക്കിയിടുക. ഓക്കെ അടിച്ചോ? കണ്ടോ? അപ്പം മുംബൈയിലുള്ള മൊത്തം സെയിലുകൾ നട്ടു. ഇനി മുംബൈയിലുള്ള എന്ത് സെയിലാണ് അറിയണ്ടേ? വാച്ച്. അപ്പൊ കാറ്റഗറി ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഫോൺ ഇത് ചെയ്യുക, ഓക്കെ അടിക്കുക. കണ്ടോ? ആർക്കെങ്കിലും മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായി. ഒന്നും കൂടി പറയണോ? വേണ്ട സർ, ക്ലിയർ ആണ്. ഇതാണ് ഫിൽട്ടർ. ഇനി നിങ്ങൾ ഫിൽട്ടർ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും ആ ഫിൽട്ടറുമ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക. കണ്ടോ? വീണ്ടും പഴയതുപോലെയായി. ഇനി നമുക്ക് അതിൽ അറിയണം $10,000 വാല്യൂല് സെയിൽ നടന്നിട്ടുണ്ട് അറിയണം. 10,000 വാല്യൂല് സെയിൽ നടന്നിരിക്കുന്നത് അറിയണം. വീണ്ടും അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഫുൾ സെലക്ട് ചെയ്യാനാണ്. ഫുൾ സെലക്ട് ചെയ്യുക. ഫിൽറ്ററിന് ക്ലിക്ക് ചെയ്യുക. എമൗണ്ടിൽ അറിയണ്ടേ? അപ്പൊ എമൗണ്ടിന്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അതുമ്മ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്പർ ഫിൽറ്റർ എന്നുണ്ട്. അങ്ങനെയല്ല, അങ്ങനെ അതിനേക്കാൾ നല്ലതുണ്ട്. ആ നമ്പർ ഫിൽറ്റർ ക്ലിക്ക് ചെയ്യുക. അത് തന്നെ. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാൻ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ബിറ്റ്വീൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ഉണ്ട്. ആദ്യത്തെ ഈക്വൽ എടുക്കുക. ക്ലിക്ക് ചെയ്തോളൂ ഈക്വൽ. എന്നിട്ട് ഈക്വൽ 10,000 ടൈപ്പ് ചെയ്യുക. ഓക്കെ അടിക്കുക. കണ്ട? മനസ്സിലായോ? ഇല്ല. ക്ലിയർ ആണ് സർ. കൺഫ്യൂഷൻ ആവണ്ടോ? ഇല്ല.
ഏ ഇല്ല സർ ക്ലിയർ അടുത്തത് ആണ്. ഓക്കെ ഗുഡ് ഗുഡ്. എല്ലാ ഭാഗവും എടുത്തിട്ട് പോണതാണ്. നിങ്ങളിത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്താൽ അതൊക്കെ യൂസ്ഫുൾ ആണ്. വീണ്ടും അടുത്ത ഷീറ്റ് എടുക്കാം. അടുത്ത ഷീറ്റ് എടുത്തിട്ട് എ എന്ന് പറയുന്ന കോളത്തിൽ മനാസിന്റെ പേര് മനാസ് എന്ന് എഴുതാം. കോമ ഇടാം. കോമ ഇട്ടിട്ട് നിങ്ങളുടെ ഏത് ഡിസ്ട്രിക്റ്റ് ആണ് അത് എഴുതാം. കണ്ണൂർ. വീണ്ടും കോമ ഇട്ടിട്ട് എഴുതാം. കോമ ഇട്ടിട്ട് അയ്യോ. കുഴപ്പമില്ല, ഡോണ്ട് വറി. കഴിച്ചോടോ, നല്ലോണം കഴിച്ചോ? ആരത്? മ്യൂട്ട് ചെയ്ത് സംസാരിക്കും. സോറി സർ, സോറി. ആരാണ്? സുഹൈറാണോ? അല്ല, അതൊന്നും കുഴപ്പമില്ല, ഡോണ്ട് വറി. അത് ടാപ്പ് ആയി പോയതാ. ആരത്? സുഹൈറയാണ്. അത് ടച്ച് ആയി പോയതാണ് അറിയാതെ. അല്ല, അതൊന്നും കുഴപ്പമില്ല. സ്പെഷ്യൽ എന്നിട്ടാ സ്പെഷ്യലോ ഫ്രൈഡ് റൈസോ? അതാണ് കഴിച്ചെന്നുണ്ടോ? ഓക്കെ, ശരി. നൊയമ്പ് കൂടി ഉണ്ടാവും അല്ലേ? ശരി, പോട്ടെ. മനാസ് കണ്ണൂർ. ഇനി നിങ്ങളുടെ ജെൻഡർ എഴുതാം. മെയിൽ, കോമ കേരള ടൈപ്പ് ചെയ്യാം. വീണ്ടും അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അതെ. ഇനി വീണ്ടും താഴെ മനാസിന്റെ താഴെ അടുത്ത എന്റെ എഴുതിക്കോ. ജിറ്റോ എറണാകുളം മെയിൽ കേരള. ഇനി താഴെ വേണിട്ടോ സുൽഫി ദുബായ് ഫീമെയിൽ UAE എന്നിടാം. ക്ലിയർ? ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാല് ഇതെല്ലാം ഒരുമിച്ച് കിടക്കാണ്. നമുക്കിതിനെ വേണമെങ്കിൽ സെപ്പറേറ്റ് എന്തിലേക്കാക്കാം? കോളത്തിലേക്കാക്കാം. ക്ലിയർ? സെപ്പറേറ്റ് കോളത്തിലേക്കാക്കാം. അതാക്കണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യുക. ആ സാധനം മൊത്തം സെലക്ട് ചെയ്യുക. അതിനെ പറയുന്നതാണ് ടെക്സ്റ്റ് കോളം എന്ന് പറയും. എല്ലാവരും എഴുതി വെക്കാട്ടോ. അതിനെ പറയുന്നതാണ് ടെക്സ്റ്റ് കോളം. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡേറ്റയിൽ പോവാ. ഡേറ്റയിൽ ചെന്നിട്ട് ടെക്സ്റ്റ് കോളം ഉണ്ട്, അതുമ്മ ക്ലിക്ക് ചെയ്യുക. ചെയ്യുമ്പോൾ നമുക്ക് പല രീതിയിലും ഇത് നമുക്കിപ്പോൾ ഡെലിമീറ്റർ വെച്ചിട്ടാണ് നമുക്ക് സെലക്ട് ചെയ്യുക. വീണ്ടും നെക്സ്റ്റ് അടിക്കുക. നമുക്ക് എന്ത് വെച്ചിട്ടാണ് സെപ്പറേറ്റ് ആക്കേണ്ടത്? കോമയാണ് അല്ലേ? കോമ വെച്ചിട്ട് ആ കോമ സെലക്ട് ചെയ്യുക. ടാബ് മാറ്റുക. കണ്ടോ? അപ്പൊ അതിന്റെ പ്രിവ്യൂ കാണിക്കും. കണ്ടോ? താഴെ പ്രിവ്യൂ കാണിച്ചിട്ടുണ്ടോ? ഓക്കെ. ഇനി നെക്സ്റ്റ് അടിക്കുക. കണ്ടോ? താഴെ കൃത്യമായിട്ട് അതിന്റെ ഹെഡിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ? ഇനി എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെസ്റ്റിനേഷൻ ഇഷ്ടമുള്ളത് കൊടുക്കാം. ഡെസ്റ്റിനേഷൻ്റെ അവിടെ ആ ഡെസ്റ്റിനേഷൻ ഇല്ലേ, അതിൻ്റെ അവിടെ ഒരു ആരോ ഉണ്ടോ? അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അവിടെ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. അതിൻ്റെ അവിടെ അല്ല, ആ ഡീയുടെ അവിടെ തന്നെ കൊണ്ട് കൺട്രോൾസിൽ അടിക്കുക. അവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് വീണ്ടും ആരോ അവിടെ തന്നെ ക്ലിക്ക് ചെയ്യുക. ഫിനിഷ് ചെയ്യുക. ഫിനിഷ്. അത് നിങ്ങൾ സെലക്ട് ചെയ്തപ്പോൾ തന്നെ തെറ്റിപ്പോയി. പോട്ടെ. ഓക്കെ അടിച്ച് ഞാൻ ഒന്നും തുറക്കുന്നുണ്ട് പറഞ്ഞു. അത് ക്ലോസ് ചെയ്ത് ഇനി ഒന്നും കൂടി അതിന് ടെക്സ്റ്റ് കോൾ എടുക്കുക. നെക്സ്റ്റ് അടിക്കുക. കോമ ഇടൂ. അത് കറക്റ്റാ. നെക്സ്റ്റ് അടിക്കുക.
ഇനി ഡെസ്റ്റിനേഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടേക്ക് നീക്കിയിട്ട് സെലക്ട് ചെയ്യുക. അവിടെ അവിടെ ഓക്കെ കൊടുക്കുക. ഫിനിഷ് അടിക്കുക. റെഫറൻസ് ഇസിൻറ്റ് വാലിഡ് എന്നുള്ള കാണിക്കുന്ന ഡെസ്റ്റിനേഷൻ എവിടെയാണ് കാണിക്കുന്നത്? ഡെസ്റ്റിനേഷൻ ആദ്യത്തെ തൊട്ടാണ് D11. ഓക്കെ, അതിൻ്റെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ക്ലോസ് ചെയ്തേ, ഒന്നും കൂടി ക്ലോസ് ചെയ്ത്. ഇനിയിപ്പോൾ അത് ഒന്നും കൂടി ടെക്സ്റ്റ് കോൾ കൊടുത്തേ. ഡെലിമീറ്റർ നെക്സ്റ്റ് അടിച്ചേ. പ്രിവ്യൂ ഓഫ് സെലക്ടഡ് ഡേറ്റ, അതൊക്കെ. ഡേറ്റ പ്രിവ്യൂ വന്നു. ട്രീറ്റ് കോൺസിക്യൂട്ടീവ് അതൊന്നും വേണ്ട, അത് വേണ്ട. വീണ്ടും നെക്സ്റ്റ് അടിച്ചേ. ഒരു മിനിറ്റ്. ഡെസ്റ്റിനേഷൻ ടെക്സ്റ്റ് കോളം ഡേറ്റ ഫോർമാറ്റ് ജനറൽ, അതൊക്കെ ഓക്കെയാണ്. ഫിനിഷ് കൊടുത്തേ വെറുതെ. കണ്ടത് അവിടെ നിന്ന് തന്നെ മാറി ഇങ്ങനെയായി. ക്ലിയർ? ഇനി നമുക്ക് വേറെ കൺട്രോൾസ് അടിച്ചേ. എല്ലാവർക്കും മനസ്സിലായോ? ഇല്ല. മനസ്സിലായി സർ. Yes, sir. ഒന്നും കൂടി ടെക്സ്റ്റ് കോൾ കൊടുത്ത് നമുക്ക് ഡെസ്റ്റിനേഷൻ എനിക്ക് മാറ്റണം, അതാണ് എൻ്റെ ഉദ്ദേശം. നെക്സ്റ്റ് അടിച്ച്. നെക്സ്റ്റ് 500 സെലക്ട് ചെയ്ത്. അല്ല, അവിടെ പ്രോപ്പർ ആരോ. ഇനി നിങ്ങൾ ആ ഡിയുടെ അവിടെ നിന്ന് ഒരു 4 കോളം സെലക്ട് ചെയ്യുക. DEFG. അങ്ങനെ. ഇനി അവിടെ തന്നെ ക്ലിക്ക് ചെയ്യുക. ഇനി ഫിനിഷ് ചെയ്ത്. കണ്ട ക്ലിയർ ആയോ? സെപ്പറേറ്റ് കോളത്തിലൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യം വരുന്നത്, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ കുറേ ഡേറ്റ ഇങ്ങോട്ട് കിട്ടി. ക്ലിയർ ആയോ? ഇതിനൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് കോളത്തിലേക്ക് മാറ്റാൻ പറ്റും. ആർക്കും മനസ്സിലായില്ല എന്ന് വിചാരിക്കുന്നു. സർ ടെക്സ്റ്റ് കോളത്തിന് ഷോർട്ട് കീ ഉണ്ടോ? മനസ്സിലായി. നമ്മളില് ഫ്ലാഷ് ഫിൽ അടിച്ച പോലെ. ഫ്ലാഷ് ഫില്ല് അടിച്ച പോലെ എല്ലാത്തിനും ഷോർട്ട് കീ ഉണ്ട്. അവിടെ കാണിക്കുമായിരിക്കും അല്ലേ? പിന്നെ കാണിക്കാം. ടെക്സ്റ്റ് കോളത്തിന്റെ അവിടേക്ക് മൗസ് കൊണ്ടേ. അവിടെ ഇല്ലെങ്കിൽ വേണ്ട, വെറുതെ ഗൂഗിൾ അടിച്ചാൽ കിട്ടും. ടെക്സ്റ്റ് കോളം എല്ലാത്തിനും കിട്ടും. ടെക്സ്റ്റ് കോളം ഷോർട്ട് കീ ഇൻ എക്സൽ. Alt A+E. മനസ്സിലായോ? Alt plus A. നിങ്ങൾ എല്ലാത്തിനും നെറ്റ് അടിച്ചാൽ കിട്ടും. ഷോർട്ട് കീ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. എല്ലാത്തിനും ഉണ്ട്. എല്ലാത്തിനും ഷോർട്ട് കീ കിട്ടും. ഇത് ക്ലിയർ ആയോ എല്ലാവർക്കും? ഇല്ല. Clear. സിമ്പിൾ ആണ്. അതാണ് ടെക്സ്റ്റ് കോളം. വീണ്ടും അടുത്ത ഷീറ്റ് എടുക്കാം. നമ്മുടെ ഇവിടുത്തെ എല്ലാവരുടെയും പേരൊന്നും ടൈപ്പ് ചെയ്തേ. ഹൃതിക് അല്ല മനാസ്. എല്ലാവരുടെയും പേര് പഠിച്ചോ? ഹൃതിക്കിന്റെ പേരാണ് മറക്കാത്ത പേര്. വെരി ഗുഡ്. സാർ എന്തേനു സ്പെല്ലിംഗ് എന്തായിരുന്നു? അതൊന്നും കുഴപ്പമില്ല, ഇറ്റ്സ് ഫൈൻ. ടൈപ്പ് ചെയ്താൽ മതി. നാളത്തെ ക്ലാസ് ആരും മിസ് ചെയ്യരുത്. നാളെ നമ്മൾ പവർ ബി ഐ എന്ന് പറഞ്ഞ സാധനം സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ ആരും ഇതേവരെ ചെയ്യാത്ത ഒരു സാധനമാണ്. വെരി ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ അഡ്വാൻസ്ഡ് ആണ് പവർ ബി ഐ കേട്ടോ. അപ്പൊ നാളത്തെ ക്ലാസ് ആരും മിസ് ചെയ്യരുത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പോകേണ്ടതൊക്കെ ഒരു സാധനമാണ് പവർ ബി ഐ. പല കാര്യത്തിനും ഉപയോഗിക്കേണ്ട ഒരു സാധനം. സിമ്പിൾ ആണ്. ഇതിന്റെ തന്നെ വേറൊരു സംഭവമാണ്. ഓക്കെ, ഇനി മനാസിന്റെ മുകളിൽ ഒരു റോ ആഡ് ചെയ്ത്. ആ റോ എങ്ങനെ ആഡ് ചെയ്യണം? അവിടെ ആ ഒന്നുമ്മ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് അടിക്കുക. വണ്ണുമ്മ ക്ലിക്ക് ചെയ്യുക. അതുമ്മ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് അടിക്കുക, ഇൻസെർട്ട് കൊടുക്കുക. കണ്ട ഇപ്പോൾ വരും. അവിടെ മനാസിന്റെ മുകളിൽ പേര് ടൈപ്പ് ചെയ്യുക, നെയ്യും.
വെരി ഗുഡ്. ഓക്കെ, ഇനി അവിടെ ബിയുടെ അവിടെ സാലറി ടൈപ്പ് ചെയ്യുക. സാലറി. ഓക്കെ, അവിടെ എഴുതും മനാസ്. എല്ലാവർക്കും ഒരു മനാസിന് എത്ര വേണ്ടേ? അതാണെങ്കിൽ പ്രശ്നമില്ല സർ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. 3000. ആ, അടുത്ത ആൾക്ക് 2000, 5000, 6000, 10,000, 3,000, 5,000. നമുക്കിതിനെ ഈ ഡേറ്റേനെ നമുക്ക് സോർട്ട് ചെയ്യാം. സോർട്ട് എന്ന് പറഞ്ഞാൽ സോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന് A to Z എന്ന് പറഞ്ഞ പേരിന്റെ ബേസിൽ നമുക്ക് സോർട്ട് ചെയ്യാം. നമ്പറും ചെറിയ നമ്പറോട്ട് വലിയ നമ്പറിൽ വലിയ നമ്പറോട്ട് ചെറുതിൽ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം. അപ്പൊ അതൊന്ന് സെലക്ട് ചെയ്യാം. മൊത്തം സെലക്ട് ചെയ്യാം. മൊത്തം സെലക്ട് ചെയ്തു. എന്നിട്ട് ഡേറ്റയിൽ പോയിട്ട് സോർട്ട് എന്ന് കണ്ടോ? സോർട്ട് കുറച്ച് സെൻറ്ററിൽ കണ്ടോ? അതുമ്മ ക്ലിക്ക് ചെയ്യുക. കണ്ട സോർട്ട് ബൈ ആദ്യം കണ്ട എന്ത് വെച്ചിട്ട് നമുക്ക് സോർട്ട് ചെയ്യണ്ടേ? അതുമ്മ ക്ലിക്ക് ചെയ്യുക. സോർട്ട് ബൈ എന്നുണ്ട്. ഫസ്റ്റ് അതിൻ്റെ താഴെ ആരോമ ക്ലിക്ക് ചെയ്യുക. കണ്ടോ? നെയിം വെച്ചിട്ടാണോ സാലറി വെച്ചിട്ടാണോ? അപ്പൊ നെയിം ആണെങ്കിൽ നെയിമ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് എന്ത് ഓർഡർ വേണ്ട? A to Z വേണോ Z to A വേണോ? ക്ലിയർ ആയോ? A to Z ക്ലിക്ക് ചെയ്യുക. ഓക്കെ അടിക്കുക. കണ്ട ആദ്യം ഫാത്തിമ വന്നു, ഹൃത്തിക് വന്നു. ക്ലിയർ ആയോ എല്ലാവർക്കും? ഇല്ല. ക്ലിയർ. ഇനി വീണ്ടും സോർട്ടുമ്മ ക്ലിക്ക് ചെയ്യുക. സോർട്ടുമ്മ ക്ലിക്ക് ചെയ്തിട്ട് സോർട്ട് ബൈ നമ്പർ കൊടുക്കാം. നമ്പർ അല്ല, കോളത്തിന്റെ ഹെഡിങ് ക്ലിക്ക് ചെയ്തു. സാലറി ക്ലിക്ക് ചെയ്യുക. അപ്പൊ അവിടെ ആ A to Z എന്നുള്ളത് മാറി സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ആയി അല്ലേ? കൊടുക്കും. സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് കൊടുക്കും. ഓക്കെ അടിക്കുക. കണ്ടപ്പോ ഹൃതിക്ക് അത് 2000 വന്നു. അതാണ് സോർട്ട് ചെയ്യുക. മനസ്സിലായില്ല എന്ന് വിചാരിക്കുന്നു. മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായി. എത്ര കരഞ്ഞ് സങ്കടപ്പെട്ട് പറയണേ? മനസ്സിലായി. ആരത്? ഫാത്തിമയാണോ? അല്ല, ശീതൾ. ശീതൾ. ഓക്കെ സോറി. ബാക്കി ഓക്കെ. ഇത്ര സങ്കടം തന്നെ കിട്ടണല്ലേ? കിട്ടുന്നുണ്ട്. ഓക്കെ. ജിൻഷ കിട്ടണ്ടോ? കിട്ടുന്നുണ്ട് സാർ. വെരി ഗുഡ്. ഞാൻ ഈ ഫാത്തിമ ചില ഗ്രൂപ്പുകളുണ്ട്, അവരുടെ പേര് ഇങ്ങനെ പറഞ്ഞു മനസ്സിൽ കിടക്കുന്നതാണ്. അതാണ് അവരുടെ പേര് പറഞ്ഞത്. ഓക്കെ. ജിൻഷ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട് സാർ. ക്ലിയർ ആണ്. വെരി ഗുഡ്. എല്ലാവരും ചെയ്യാം. നിങ്ങൾക്ക് എക്സല് എവരിവേർ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ജോലിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് എക്സൽ. ഓക്കെ, ഇതാണ് സോർട്ട്. ഇനി ഞാൻ ഒരു ഡേറ്റ വാലിഡേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് ചെയ്യാം. അടുത്തടിക്കുക. ഷീറ്റ് അടിക്കുന്നത് കുറേ ആയി, കുഴപ്പമില്ല കേട്ടോ, നിങ്ങളൊന്ന് ചെയ്യുന്നത് നല്ലതാണ്. അവിടെ താഴെ ഇപ്പൊ അവിടെ ഹെഡിങ് കൊടുക്കുക, നെയ്യും. നെയിമിന്റെ താഴെ വീണ്ടും കുറച്ച് പേര് എഴുതിക്കോളൂ. നേരത്തെ എഴുതിയിരിക്കുന്ന പേരൊക്കെ എഴുതിക്കോളൂ. ഇനി അതിന്റെ താഴെ നെയിമിന്റെ അവിടെ ജെൻഡർ. ഇനി ആ ഒരു ജിയുടെ അവിടെ ഉണ്ടല്ലേ, ജി കുറച്ച് ഒരു 3-4 കോളം കഴിഞ്ഞിട്ട് അവിടെ ടൈപ്പ് ചെയ്യുക മെയിൽ. അതിന്റെ താഴെ ഫീമെയിൽ. അതിന്റെ താഴെ അതർ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ക്ലിയർ. ഇനി ജെൻഡറിന്റെ താഴെ
സെലക്ട് ചെയ്യുക, ഫാത്തിമ പോലെ സെലക്ട് ചെയ്യുക. അങ്ങനെയല്ല, ജെൻഡറിന്റെ അവിടെ ക്ലിക്ക് ചെയ്ത് താഴേക്ക് സെലക്ട് ചെയ്യുക. അല്ലല്ല, ക്ലിക്ക് താഴേക്ക് സപ്പോർട്ട്. അതെ, ഇവിടേക്ക് ഞാനൊരു കൂട്ടം ചെയ്തു തരാം. നിങ്ങൾ ഡേറ്റയിലേക്ക് പോയി ഡേറ്റ വാലിഡേഷൻ ഉണ്ട്, അതെടുക്കുക. ഡേറ്റ വാലിഡേഷൻ അതാ അവിടെ ഒന്നും കൂടി പോട്ടെ, റൈറ്റിലേക്ക് പോട്ടെ. അവിടെ അവിടെ അല്ല, ഇങ്ങോട്ടല്ല, ഇങ്ങോട്ട് തൊട്ട് കുറച്ച് ഇപ്പുറത്തേക്ക്. അതെടുത്ത് നോക്കി. അതല്ല, അതിന് താഴെ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്. ഒരു മിനിറ്റ്. ഡേറ്റ വാലിഡേഷൻ കിട്ടി. അതന്നെ, ഡേറ്റ വാലിഡേഷൻ. വെരി ഗുഡ്. ക്ലിക്ക് ചെയ്തോളൂ. ക്ലിക്ക് ചെയ്യുക. അവിടെ അലവ് കണ്ടോ? അലവ് ക്ലിക്ക് ചെയ്ത്, അലവിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് ആ കുളത്തിൽ ക്ലിക്ക് ചെയ്യും. അതെ, ഓക്കെ. എന്താണ് ലിസ്റ്റ് ആണ് വേണ്ടത്. നമുക്ക് പലതരത്തിലുള്ള ഇത് ചെയ്യാം. ലിസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ. ഇനി സോഴ്സ് കണ്ടോ? സോഴ്സിന്റെ ആരോമ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് മുകളിൽ മെയിൽ, ഫീമെയിൽ ആൻഡ് അതർ സെലക്ട് ചെയ്യുക. വെരി ഗുഡ്. വീണ്ടും അവിടെ തന്നെ ക്ലിക്ക് ചെയ്യുക. വെരി ഗുഡ്. ഓക്കെ അടിക്കുക. ഇത്രയുള്ള ഓക്കെ അടിക്കുക. കണ്ട. ഇനി ആ മനാസിന്റെ അവിടെ ജെൻഡറിന്റെ അവിടെ ഒന്നൊക്കെ കണ്ട. അവിടെ ക്ലിക്ക് ചെയ്ത് മനാസ് കഴിഞ്ഞിട്ടുള്ള അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യാം. മനാസ് ഏതാ? മെയിൽ സെലക്ട് ചെയ്യുക. ഹൃതിക്കിനോട് ക്ലിക്ക് ചെയ്യുക. കണ്ട, ഓട്ടോമാറ്റിക്കലി വരാണ്. ഹൃതിക്കിന്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് മെയിൽ. കൺട്രോൾ ഇല്ല, മെയിൽ. ജിൻഷ ഫീമെയിൽ. എല്ലാവർക്കും മനസ്സിലായോ? ഇല്ല. മനസ്സിലായോ? നിങ്ങൾക്ക് അവിടെ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് വെക്കാം. ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വെക്കാം. അപ്പൊ നമ്മൾ സോർട്ട് പഠിച്ചു, ടെക്സ്റ്റ് കോളം പഠിച്ചു, ഡേറ്റ ഡിപ്പാർട്ട്മെന്റിൽ എടുക്കാം. ഇതുപോലെ തന്നെയാണ്. ഇനി നിങ്ങൾ ആ ജെൻഡർ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എഴുതിയ ഡിപ്പാർട്ട്മെന്റ്സ് ടൈപ്പ് ചെയ്യുക. ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. നിങ്ങളെ എന്ത് ചെയ്യണം? ആ എച്ചിന്റെ അവിടെ ടൈപ്പ് ചെയ്യുക. എച്ച് കഴിഞ്ഞിട്ട് HR. അതിന് താഴെ അക്കൗണ്ട്സ്, മാർക്കറ്റിംഗ്. പിന്നെ ഓപ്പറേഷൻ. ക്ലിയർ? അതുപോലെ തന്നെ സെയിൽസ്. ഇതാണ് നമുക്ക് ആ ലിസ്റ്റിൽ വേണ്ടത്. ക്ലിയർ? നമുക്ക് വേണ്ടത് ലിസ്റ്റാണ്. നമുക്ക് പലതരത്തിലുള്ള ഡാറ്റ വാലിഡേഷൻ പറ്റും. നമുക്ക് വേണ്ടത് ലിസ്റ്റാണ്. ലിസ്റ്റിനാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് എവിടെയാണോ വേണ്ടത്, ഡിപ്പാർട്ട്മെന്റ് ആണ് അതിന്റെ താഴേക്ക് വന്ന് അത് തന്നെ. എന്നിട്ട് ഡാറ്റ വാലിഡേഷൻ ക്ലിക്ക് ചെയ്യാം. എനി വാല്യൂ ഉണ്ട്. അലൗ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ നമുക്ക് ഹോൾ നമ്പർ, ഡെസിമൽ, ലിസ്റ്റ്, ഡേറ്റ് പലതും കൊടുക്കാം. ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് ലിസ്റ്റ് ആണ്. അപ്പൊ ലിസ്റ്റ് പോലെ വരും. ഓക്കെ. ഇനി നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് അത് വാല്യൂസ് അവിടെ പോയി സെലക്ട് ചെയ്യുക. മനാസും എക്സ്പെർട്ടായിട്ടോ. ഗുഡ്. ഓക്കെ അടിക്കുക. ഇനി അവിടെ ഓരോ വാല്യൂസ് എൻ്റർ ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായോ? അത്യാവശ്യം ഐഡിയ കിട്ടിയോ? മൊത്തത്തിൽ കുറെ ഐഡിയ കിട്ടിയോ എക്സലിനെ കുറിച്ച്? എന്താണ് എക്സൽ എന്തൊക്കെ ചെയ്യാം, എങ്ങനെയൊക്കെ ഫോർമാറ്റ് ചെയ്യാം, ഫോർമുലകൾ എന്താ, ചാർട്ട് എന്താ, റിമൂവ് ഡ്യൂപ്ലിക്കേഷൻ എന്താണ്, വാലിഡേഷൻ, ടെക്സ്റ്റ് കോളം, ഫോർമുല, ഇൻസെർട്ട്. ഇതിൽ കുറെ ഉണ്ട്. നിങ്ങൾക്ക് ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ടോ? ഞാൻ എല്ലാം കൂടി നമുക്കത് ഒരിക്കലും പഠിച്ചാൽ തീരില്ല. പഠിച്ചാൽ ഒരിക്കലല്ല, നമ്മൾ പിന്നെ ടു മച്ച് എക്സലിലേക്ക് പോകുന്നില്ല. എൻ്റെ ഒരു പർപ്പസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കുറേ ഒരു ഐഡിയാസ് വരുത്താം. കുറേയൊക്കെ വന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ. അത്യാവശ്യം ഒരു ഐഡിയ കിട്ടിയോ?
യെസ് സർ. കുറെയൊക്കെ കിട്ടിയില്ലേ? നിങ്ങൾക്ക് ഇപ്പൊ എങ്ങനെയൊക്കെ എന്തൊക്കെ ഉണ്ടെന്നും മനസ്സിലായിട്ടുണ്ടോ? ആ. എവിടെ sir. അല്ലേ? ഇതിലിങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ ചെക്ക് ചെയ്യണം, നോക്കണം, പിടിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇടുന്നത്, അതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ചായിരുന്നത്. നമ്മളൊരു എക്സലോ അല്ലെങ്കിൽ ഒരു ഡേറ്റ അനലിറ്റിക്സിന്റെ ക്ലാസ് അല്ല, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ആണ്. അപ്പൊ അതിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇത് നാളെ ഇതിന്റെ പവർ ബി അടുത്ത് വേറെ കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പവർ ബി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ അതിന്റെ ഡേറ്റ ഒക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ തരും. 19,000 ഡേറ്റ ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഡാഷ്ബോർഡ് ഉണ്ടാക്കലൊക്കെയാണ്. അല്ലെങ്കിൽ എന്താണ് ഡേറ്റ അനലിറ്റിക്സ്, അല്ലെങ്കിൽ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡേറ്റ അനലിറ്റിക്സ്, ആ ഡേറ്റകളൊക്കെ എങ്ങനെയാണ് ഡാഷ്ബോർഡിൽ കാണാന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. നമ്മൾ അടുത്ത തിങ്കളാഴ്ച തൊട്ട് വീണ്ടും ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ടോപ്പിക്സ് ആയിരിക്കും. അടുത്ത തിങ്കളാഴ്ച നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗൂഗിൾ ആഡ്സ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഗൂഗിൾ ആഡ്സ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൂളാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ. എൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും ക്വാളിറ്റി ഡേറ്റ തരുന്ന, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഗൂഗിൾ ആഡ്സിലാണ്. അപ്പൊ ഇത്തരം എല്ലാവരും ഒന്ന് ചെയ്യുക.